ഇന്ന് നമുക്ക് കൃഷ്ണഭക്തനായ ഗോപാലൻ്റെ കഥ കേൾക്കാം. കൃഷ്ണഭക്തി അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ പക്കൽ സമ്പത്തായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെയുള്ള ഒരു ചെറിയ കൃഷ്ണവിഗ്രഹം ഹൃദയം നിറഞ്ഞ ഭക്തിയോടെ തൻ്റെ കുടിൽ സൂക്ഷിച്ചിരുന്നു. ദിവസവും ആ ഗോപാലൻ ആരെങ്കിലും നൽകുന്ന ഉണക്കറൊട്ടി അദ്ദേഹം ഭഗവാന് മുന്നിൽ വയ്ക്കും. കണ്ണടച്ച് കൈകൾ കൂപ്പി അദ്ദേഹം പ്രാർത്ഥിക്കും, കണ്ണാ, എൻ്റെ പക്കൽ നിനക്ക് തരാൻ ഇതല്ലാണ്ട് മറ്റൊന്നുമില്ല, ഇതൊന്ന് സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് ഭഗവാന് സമർപ്പിക്കും. ഒരു ദിവസം കുടിലിന് പുറത്ത് നിൽക്കണ കുറച്ച് പേര് ഗോപാലൻ കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ ഉണക്കറൊട്ടി കൊണ്ടുവന്ന് വെക്കണത് കണ്ടു. പരിഹാസത്തോടെ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നോക്കൂ, ഈ കിളവൻ ഭഗവാന് ഉണക്കറൊട്ടിയാണ് കൊടുക്കണത്. രാജാക്കന്മാർ പൊന്നും പണവും പഴങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ ഇയാൾ വെറും ഒരു കഷ്ണം റൊട്ടി വെച്ചിട്ട് ഭഗവാനെ കളിപ്പിക്കുകയാണ്. ആ വാക്കുകൾ ഗോപാലൻ്റെ ഹൃദയത്തിൽ കൂരമ്പ് പോലെ തറച്ചു. അദ്ദേഹം വിചാരിച്ചു, ഈ മഹാത്മാക്കളൊക്കെ പറയുന്നത് എത്ര ശരിയാണ്. ഞാൻ എത്ര വലിയ അപരാധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ ഊട്ടുന്ന ഭഗവാന് ഞാൻ നൽകുന്നത് വെറുമൊരു ഉണക്കറൊട്ടി. എൻ്റെ ദാരിദ്ര്യം കാരണം ഞാൻ ഭഗവാനെ അപമാനിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ ഹൃദയം കുറ്റബോധം കൊണ്ട് വെന്തുരുകി. കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകി. അടുത്ത ദിവസം അദ്ദേഹത്തിന് ലഭിച്ച റൊട്ടി ഭഗവാനെ നിവേദിയായിട്ട് നൽകിയില്ല. ഗോപാലൻ കരഞ്ഞുകൊണ്ട് ഭഗവാനോട് പറയാണ്, കണ്ണാ, എനിക്ക് നിന്നോട് അതിയായ സ്നേഹമുണ്ട്. പക്ഷേ നിനക്ക് നല്ല ഭക്ഷണം തരാൻ എനിക്കൊരിക്കലും കഴിഞ്ഞിരുന്നില്ല. എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഇത്രയും കാലം ഞാൻ ഉണക്ക റൊട്ടി തന്ന് നിന്നെ അപമാനിച്ചു. ഇനി മുതൽ ഞാൻ നിനക്ക് ഈ റൊട്ടി തരണില്ല. എന്നോട് ക്ഷമിക്കണം. ഞാൻ ദുഃഖഭാരത്താൽ ഗോപാലനും വന്ന് റൊട്ടി കഴിച്ചില്ല. വിശപ്പോടെയും സങ്കടത്തോടെയും കിടന്നുറങ്ങി. സ്വപ്നത്തിൽ അതിമനോഹരമായ ഓടക്കുഴൽനാദം കേട്ടിട്ട് ഗോപാലൻ എണീക്കുകയാണ്. കണ്ണു തുറന്നപ്പോൾ മുന്നിൽ സാക്ഷാൽ ഭഗവാൻ നിൽക്കണു. കണ്ണൻ പരിഭവത്തോടെ ചോദിക്കുകയാണ്, എന്തേ അങ്ങ് എന്നെ ഇന്ന് പട്ടിണിക്കിട്ടത്? എനിക്ക് വിശക്കണു, റൊട്ടി തരൂ. ഗോപാലൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് അടിയനെ പരീക്ഷിക്കല്ലേ. അഖിലാണ്ട് കോടി ബ്രഹ്മാണ്ട നായകനായ അവിടത്തേക്ക് ഞാൻ നൽകണ ഈ ഉണക്ക റൊട്ടി ഒട്ടും ചേരില്ല. കൃഷ്ണൻ പുഞ്ചിരിയോടെ പറയണ, ഭക്ത, അങ്ങേക്ക് തെറ്റിപ്പോയി. ഭക്തിയിൽ നൽകുന്ന വിഭവങ്ങളുടെ മൂല്യമോ വലുപ്പമോ വിലയോ ഞാൻ നോക്കാറില്ല. അത് നൽകുന്നവൻ്റെ ഹൃദയത്തിലെ സ്നേഹമാണ് ഞാൻ നോക്കാറുള്ളത്. നിൻ്റെ കൈകളിൽ നിന്ന് കിട്ടുന്ന ആ ഉണക്ക റൊട്ടിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിരുന്നിനേക്കാൾ രുചിയുണ്ട്. ഇത് കേട്ടപ്പോൾ ഗോപാലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം വേഗം പോയി അടച്ചു വെച്ചിരുന്ന ഉണക്ക റൊട്ടി എടുത്ത് ഭഗവാന് കൊടുത്തു. ഭഗവാൻ 2 കൈ നീട്ടി അത് സ്വീകരിച്ചു. അതിൽ നിന്ന് അല്പം എടുത്ത് സ്വാദോടെ ഭുജിച്ചു. പിന്നെ ബാക്കി റൊട്ടി ഗോപാലിൻ്റെ വായിൽ വെച്ചു കൊടുത്തു. കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന ഗോപാലൻ ആ റൊട്ടി കഴിച്ചു. പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോൾ താൻ കണ്ടത് സ്വപ്നമാണോ സത്യമാണോ എന്ന് അറിയാണ്ട് അദ്ദേഹം അതിശയിക്കുകയാണ്. അദ്ദേഹം വേഗം റൊട്ടി വെച്ചിരിക്കണ പാത്രം എടുത്ത് നോക്കി. അപ്പോൾ അതിൽ റൊട്ടി ഉണ്ടായിരുന്നില്ല. അന്നു മുതൽ ഗോപാലൻ കൂടുതൽ സന്തോഷത്തോടെ ഭഗവാന് റൊട്ടി സമർപ്പിക്കാൻ തുടങ്ങി. പലരും ഗോപാലനെ പരിഹസിച്ചു, മഹാഭാവിയാണെന്ന് വരെ അധിക്ഷേപിച്ചു. പക്ഷെ ആരുടെയും വാക്കുകൾ ഗോപാലൻ ചെവിക്കൊണ്ടില്ല. പൂർണ്ണമായിട്ടും ഗോപാലൻ്റെ മനസ്സ് ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു. ആനന്ദത്തോടെ കൃഷ്ണഗതികൾ പാടിക്കൊണ്ട് ഗോപാലൻ തൻ്റെ ബാക്കിയുള്ള ജീവിതം ചെലവഴിച്ചു. നമ്മൾ എപ്പോഴും കരുതണത് എന്തായിരിക്കും? എനിക്ക് വലിയതൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല എന്നാണ് അല്ലേ? പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും സത്യസന്ധമായിട്ട് ഈശ്വരപ്രേമത്തോടെ ചെയ്താൽ അതുതന്നെയാണ് ഏറ്റവും വലിയ സമർപ്പണം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ.